അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണേ. ഇന്ന് നമുക്ക് കൂണില്ലേ, നമ്മുടെ കൂണും മുട്ടയും കൂടെ ഉള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പം അത് എൻ്റെ ജിംബ്രൂട്ടനുണ്ട് ഇന്ന് വീഡിയോയിൽ. എല്ലാവർക്കും സ്വാഗതം പറയാൻ വന്നെയാണ്. ഹായ് പറഞ്ഞു. ഹായ് ഹായ്. കണ്ടോ എൻ്റെ കുഞ്ഞ് ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ഹായ് ഹായ്. മതി. അപ്പം നമുക്ക് കൂണെന്ന് പറഞ്ഞാൽ നമ്മുടെ മഷ്റൂം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച മഷ്റൂമൊന്നുമല്ല, നമ്മുടെ നാടൻ നാച്ചുറലായിട്ട് കണ്ടെത്തി നിന്ന് കിട്ടുന്നതൊക്കെ മറ്റേ കിട്ടുന്നൊരു അതുണ്ടല്ലോ, അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ക്ലീൻ ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അത് പപ്പ കൊണ്ടുവന്നപ്പോൾ തന്നെ പപ്പ അതിൻ്റെ ഇതെല്ലാം ഇതാക്കി ക്ലീൻ ചെയ്ത് മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പോയി എല്ലാവരും കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ കൂണും മുട്ടയും തോരന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കൂണ് വേണമല്ലോ. അപ്പോൾ കൂണ് ഒരെണ്ണം, ഇത് നമ്മുടെ കണ്ടെത്തി നിന്ന് കൊണ്ടുവന്ന നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന കൂണ്. പിന്നെ മുട്ട ഒരു 2 എണ്ണം, കുരുമുളകും ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം അതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. പച്ചമുളക്, പിന്നെ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കൊച്ചുള്ളിയാണ് നല്ലത്, കൊച്ചുള്ളി ഇല്ലാഞ്ഞുണ്ട് അതെടുത്തു. പിന്നെ തേങ്ങ, കറിവേപ്പില, ഇത്രയുമാണ് വേണ്ടത്. അപ്പം ആദ്യം നമ്മൾ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിക്കാം. പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചിയോട് സംസാരിക്കുന്നത്, ചേച്ചിയാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം കൂണ് ഒന്ന് കഴുകി മഞ്ഞൾ പുരട്ടി വെക്കണം കേട്ടോ. നല്ലവണ്ണം വാഷ് ചെയ്ത് മഞ്ഞൾ പുരട്ടി വെച്ച ശേഷമേ എടുക്കാവൂ. മഞ്ഞളും ഉപ്പും പുരട്ടിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഓയിൽ ആവശ്യത്തിന്, ഞാൻ ഗോൾഡ് വിന്നറാണ് എടുക്കുന്നത്. മറ്റേ എണ്ണ ഓയിൽ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഗോൾഡ് വിന്നറാണ് എടുത്തത്. അപ്പുറത്ത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുക്കർ ബിരിയാണിയാണ് ഇരിക്കുന്നത്, കുഞ്ഞുങ്ങൾക്കുള്ള. അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസം എടുത്ത വീഡിയോ. അപ്പോൾ പിന്നെ ആവശ്യത്തിന് കടുക്, ഒരു നുള്ളു കടുക് മതി. കാരണം നമുക്ക് വലിയൊരു കൂണ് ഒരെണ്ണം ഉള്ളായിരുന്നു. അതിനുള്ള അത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ ഇടുക. അപ്പം കൊച്ചുള്ളി കൊച്ചുള്ളി എടുക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ കൊച്ചുള്ളി ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ സവോള ഒരെണ്ണം എടുക്കുമായിരുന്നു. അപ്പം അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഒരു നല്ല മൂത്ത്, മീൻസ് ഒത്തിരിയല്ല, ഒരു അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ടേക്കണേ. അതായത് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് കൂണിടാം. പൊടികളിടണം. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. കണ്ടോ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് വന്ന് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാല, ഗരം മസാലയോ ചിക്കൻ മസാലയോ ഇട്ടാൽ മതി. ഞാൻ ചിക്കൻ മസാല ഇച്ചിരി എടുത്ത് അതെടുത്ത് നല്ലോണം ഒന്ന് പൊടിയൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങനെ വെക്കണ്ട. പിന്നെ മഞ്ഞൾ പുരട്ടി വെച്ചേക്കുന്ന കൂണിടുക. കൂണിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതൊക്കെ ഒന്ന് മിക്സാക്കി എല്ലാം കൂടെ ഒന്ന് എടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് മൂക്കുകയും ചെയ്യാവും. പിന്നെ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം, ഞാൻ എടുത്ത കപ്പിന് 1 കപ്പ് വെള്ളം. അപ്പോൾ കൂണിൻ്റെ അനുസരിച്ച് എടുക്കണം. കാരണം കൂണിന് ഇച്ചിരി വേവുണ്ട്. അപ്പോൾ അത് വേകാനുള്ള വെള്ളം വേണം. പിന്നെ ഈ വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കും. അതുകൊണ്ട് വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, വെള്ളം കുറയാതെ നോക്കുക. കാരണം കൂണ് ഇച്ചിരി വേകണം, കൂണിന് ഇച്ചിരി വേവുള്ളതാണ്. അപ്പം അത് നോക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കാരണം നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ഈ ഉപ്പിടാനായിട്ട്. ഉപ്പിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒന്ന് കുക്കാവുക. നമ്മുടെ കൂണൊക്കെ ഒന്ന് വെന്ത് നല്ല ഇതായിട്ട് വെള്ളമൊക്കെ പറ്റി വരുന്നിടം വരെ, ഈ ഒരു ഇതാകുമ്പോൾ എന്നിടം വരെ, ഇതെല്ലാം ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് തേങ്ങ ഇടുക. തേങ്ങയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി നേരം വെക്കുക. ആ തേങ്ങയിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്, കൂണിൻ്റേതും ടേസ്റ്റും എല്ലാം ഒന്ന് സെറ്റായിട്ട്. അപ്പോൾ ഒത്തിരി കൂണുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ കൂൺ ഒരെണ്ണമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാകാനായിട്ട് ഒരു മിനിറ്റ് വെക്കുക. അതിന് ശേഷം ആണെങ്കിൽ ഇത് നല്ലവണ്ണം ഇങ്ങനെ ഇതാക്കിയിട്ട്
മുട്ടയ്ക്കകത്ത് കുരുമുളക് പൊടിയും ഉപ്പും ലേശം ഇട്ടതാണ്. അതടിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ നിങ്ങളുടെ കൂണിൻ്റെ അളവും അതിൻ്റെയൊക്കെ നോക്കിയിട്ട് മുട്ട എടുക്കുക. അപ്പോൾ മുട്ട ഇങ്ങനെ ഒഴിച്ച് ജസ്റ്റ് അതൊന്ന് ഇതാക്കിയിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക, മുട്ട ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് ഇതാക്കണ്ട, ആദ്യം ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ആവി കയറാൻ വേണ്ടി എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പം ആ ഒരു മുട്ടയൊന്ന് അതുമായിട്ടൊക്കെ സെറ്റായി വരും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതല്ല പിന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിന്നെ മുട്ട ഇട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ ഇതുപോലെ ചിക്കി എടുക്കുക. നമ്മൾ മുട്ടത്തോരനൊക്കെ ഇപ്പം കറണ്ടില്ലായിരുന്നു, കറണ്ട് വന്നുകൊണ്ടാണ് പെട്ടെന്നൊരു വെട്ടം വന്നത്. ഇടയ്ക്ക് ഞാൻ ഇന്ന് കൈമാറിയായിരുന്നു, ഇതിപ്പോൾ ചേച്ചി ഇളക്കുന്നത് കുഞ്ഞു വഴക്കുണ്ടായി. അപ്പോൾ ഇപ്പം പിന്നെ വീണ്ടും വന്നു. അപ്പോൾ അത് നല്ലവണ്ണം ചിക്കി നല്ല തോരൻ പോലെ ഇങ്ങനെ വിട്ട് കിടക്കുന്ന പോലെ എടുക്കുക. നല്ല ഇതാക്കി വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ കണ്ടു. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഡ്രൈ ആയി ഇനിയിപ്പോൾ വേണമെങ്കിൽ എരിയുടെ ഒക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടില്ല. അപ്പം നമ്മുടെ കൂണും മുട്ടയും കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ.